ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചൊരു സംശയമാണ്. അവരുടെ മകൻ 20 വയസ്സേ ഉള്ളൂ. അവൻ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നുണ്ട്. അവൻ ചോറ് ഒട്ടും കഴിക്കുന്നില്ല. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം വണ്ണം കൂടുമെന്നാണ് വിശ്വസിച്ച് ചോറ് കഴിക്കാതെയാണ് പോകുന്നത്. ആ അമ്മ വല്ലാണ്ട് പറയിലാണ്. യഥാർത്ഥത്തിൽ ശരീരഭാരം കുറയ്ക്കുന്നതിന് ചോറ് പൂർണ്ണമായിട്ടും നിർത്തേണ്ട കാര്യമുണ്ടോ? ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണവും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കൂടുമെന്നുള്ളതാണ്. എന്നാൽ ഇല്ല. നമ്മൾ കഴിക്കുന്ന ചോറ് 100 ഗ്രാം എടുത്താൽ അതിനകത്ത് 130 കാലറി മാത്രമാണ് ഊർജ്ജം അടങ്ങിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ എടുക്കുന്ന വേറെ ഏതൊരു ഭക്ഷണത്തിനും ഇതിനേക്കാൾ കൂടുതൽ കാലറി, ഉയർന്ന കാലറി അടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ചോറാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ കംഫർട്ടബിൾ. മാത്രമല്ല, ചോറിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ മാറ്റുന്നതിന്, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിനെല്ലാം തന്നെ ചോറ് അളവ് നമ്മൾ ചെറിയൊരളവ് കഴിക്കണം. എന്നാൽ നമ്മൾ കഴിക്കുന്ന ചോറിന്റെ അളവാണ് പ്രധാനം. ഒരു പാത്രം നിറയെ ചോറ് എടുക്കരുത്. ഒരു പിടി ചോറ് നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നോക്കുക. എന്നാൽ ഈ അരി ആഹാരം പ്രോസസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഫുഡുകളില്ലേ, അപ്പം, ഇടിയപ്പം, പുട്ട്, അതായത് അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾക്കകത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലാണ്. അതായത് അവ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് രക്തത്തിൽ ഷുഗർ ലെവൽ ഉയരാൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഇഡ്ഡലി, പുട്ട്, അപ്പം പോലുള്ള ഭക്ഷണങ്ങളുടെ അളവ് കുറച്ചിട്ട് പകരം തവിടുള്ള ചോറ്, വെള്ള അരി വാങ്ങുന്നതിന് പകരം തവിടുള്ള റെഡ് റൈസ് വാങ്ങി ഉപയോഗിക്കുക. റെഡ് റൈസിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് തവിട് ധാരാളമുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മികച്ച പ്രീബയോട്ടിക് ഭക്ഷണമാണ് ഇത്. ഒരു അളവ്, ചെറിയൊരു കപ്പിൽ, നമ്മുടെ ഒരു കൈപ്പിടിയിൽ എത്ര അളവ് ചോറ് കൊള്ളും അത് നിങ്ങൾ കഴിക്കുക. നിങ്ങൾ ഒരിക്കലും വണ്ണം കൂടത്തില്ല. നിങ്ങൾക്കും നിങ്ങളുടെ മകനും ജിമ്മിൽ പോകുന്നവരും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഉച്ചയ്ക്ക് ഒരു ചെറിയ പിടി ചോറ് കഴിക്കാനായിട്ട് നോക്കുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വണ്ണം കൂടത്തില്ല. ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക.